നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ന് പറയാൻ പോകുന്നത് MSME രജിസ്ട്രേഷനെ പറ്റിയിട്ടാണ്. അതായത് ഉദ്യം രജിസ്ട്രേഷനെ പറ്റിയിട്ട്. നിങ്ങൾ ഏതെങ്കിലും ചെറുകിട സംരംഭങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ഇത് കണ്ടാൽ മതി. വെറുതെ സമയം കളയണ്ടല്ലോ. ഉദ്യം രജിസ്ട്രേഷനെ പറ്റിയിട്ടും അത് ചെയ്താലുള്ള ഗുണങ്ങളെ പറ്റിയും അതെങ്ങനെ ഫോണിലൂടെ ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. വീഡിയോ കുറച്ച് ദൈർഘ്യം ഉണ്ടാവും. അതുകൊണ്ട് ഇതിനോട് താല്പര്യമുള്ളവർ മാത്രം കാണുക. എന്താണ് MSME രജിസ്ട്രേഷൻ? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതോ പുതുതായി ആരംഭിക്കുന്നതോ ആയ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, അതായത് MSME സംരംഭങ്ങളെല്ലാം ഉദ്യം രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. എന്താണ് MSME? മൈക്രോ സ്മാൾ മീഡിയം എന്റർപ്രൈസസ്. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ. എന്താണ് ഈ സൂക്ഷ്മ സംരംഭം അഥവാ മൈക്രോ എന്റർപ്രൈസസ്? പ്ലാന്റിലും മെഷീനറികളിലും ഉപകരണങ്ങളിലുമെല്ലാം 1 കോടി രൂപയിൽ താഴെ നിക്ഷേപമുള്ള, വാർഷിക വരുമാനം 5 കോടി രൂപയിൽ താഴെയുള്ള എല്ലാ സംരംഭങ്ങളും സൂക്ഷ്മ സംരംഭങ്ങളാണ്. എന്ന് വെച്ചാൽ മൈക്രോ എന്റർപ്രൈസസ് ആണ്. അപ്പോൾ ചെറുകിട സ്മാൾ എന്റർപ്രൈസസ് എന്ന് വെച്ച് കഴിഞ്ഞാലോ 10 കോടിയിൽ താഴെ, അതായത് പ്ലാന്റ് മെഷീനറി ഉപകരണങ്ങൾ എല്ലാം കൂടെ 10 കോടി രൂപയിൽ താഴെയുള്ള നിക്ഷേപങ്ങളെ പാടുള്ളൂ. വാർഷിക വിറ്റുവരവ് 50 കോടിയിൽ താഴെയായിരിക്കും. അങ്ങനെയുള്ളത് സ്മാൾ എന്റർപ്രൈസസ് ആണ്. ഇനി അടുത്ത് വരുന്നത് മീഡിയം. പ്ലാന്റിലെ മെഷീനറീസിലെ ഉപകരണങ്ങളെ എല്ലാം കൂടെ നിക്ഷേപം 50 കോടിയിൽ താഴെ, വാർഷിക വിറ്റുവരവ് 250 കോടിയിൽ താഴെ. ഇതെല്ലാം മീഡിയം എന്റർപ്രൈസസ് ആണ്. ഇപ്പൊ ഏകദേശം ഒരു പിടുത്തം കിട്ടിയില്ലേ? നമ്മൾ സാധാരണ ചെറുകിട സംരംഭങ്ങൾ, ഇപ്പൊ നിങ്ങൾക്കറിയാലോ, ഞാനൊരു മാട്രിമോണി ചെയ്യുന്നുണ്ട്, SB മാട്രിമോണി പറഞ്ഞിട്ട്. ഒരു സർവീസ് ഓറിയന്റഡ് ആണ്. ഇതിൽ നമുക്ക് MSME രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ഏത് ചെറുകിട ബിസിനസ്സും നമുക്ക് MSME രജിസ്ട്രേഷൻ ചെയ്താൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ MSME രജിസ്ട്രേഷൻ ആട്ടോ ഇപ്പൊ ഉദ്യം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും അതാത് സമയങ്ങളിൽ പ്രഖ്യാപിക്കുന്ന MSMEകൾക്ക് വേണ്ടിയിട്ട് പ്രഖ്യാപിക്കുന്ന എന്ത് ആനുകൂല്യങ്ങൾ കിട്ടാനും ഉദ്യം രജിസ്ട്രേഷൻ വേണം. പിന്നെ ഒരുപാട് സംഭവങ്ങൾ കേട്ടോ ഈ രജിസ്ട്രേഷൻ ചെയ്യുന്നതിലൂടെ. ബാങ്ക് വായ്പകളിൽ പലിശ ഇളവ് കിട്ടും. ഈട് നൽകേണ്ടാത്ത വായ്പകൾ കിട്ടാൻ അവസരമുണ്ട്. MSME സമാധാൻ സ്കീം വഴി കിട്ടാക്കടത്തിനുള്ള പരിരക്ഷയുണ്ട്. പല സർക്കാർ ലൈസൻസുകളും രജിസ്ട്രേഷനും വളരെ ഈസി ആയിട്ട് കിട്ടും. ഈ വ്യവസായ വകുപ്പ് നടത്തുന്ന വ്യവസായ മേളകളിൽ നമുക്ക് പ്രത്യേക പരിഗണന കിട്ടും. ഈ ട്രേഡ് മാർക്കിന്റെ രജിസ്ട്രേഷൻ പ്രോസസ് ഉണ്ട്, അതിൽ ഇളവ് കിട്ടും. ISO രജിസ്ട്രേഷൻ കിട്ടുകയാണെങ്കിൽ അതിന്റെ രജിസ്ട്രേഷന് വേണ്ടി ചെലവാകുന്ന തുകയില്ലേ, അതെല്ലാം തിരിച്ചു കിട്ടും. ഇലക്ട്രിസിറ്റി ബില്ലുകളിൽ ഇളവ് ലഭിക്കും. സ്റ്റാമ്പ് ഡ്യൂട്ടിയിലും രജിസ്ട്രേഷനിൽ ഇളവ് ലഭിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഉദ്യം രജിസ്ട്രേഷനിലൂടെ കിട്ടും. എല്ലാം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആദ്യം ഇത് രജിസ്ട്രേഷൻ ചെയ്ത് വെക്കുക കേട്ടോ. ഏതൊക്കെ കമ്പനികൾക്ക് ഇത് എടുക്കാൻ പറ്റും എന്നുള്ളത് നോക്കുക. പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ് ഫേം, 1 പേഴ്സൺ കമ്പനി, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്, പ്രൈവറ്റ് ലിമിറ്റഡ് ഓർ ലിമിറ്റഡ് കമ്പനി, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, എനി അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് തുടങ്ങിയ എല്ലാറ്റിലും നമുക്ക് ഈ ഉദ്യം രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. ഇതിന് എന്തൊക്കെയാണ് വേണ്ടതറിയോ? ആധാറും പാൻ കാർഡും മാത്രം മതി. ഈ രജിസ്ട്രേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഉദ്യം രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റും കിട്ടും. ഈ രജിസ്ട്രേഷനില്ലേ തികച്ചും സൗജന്യമാണ്. ഫീസോ മറ്റ് ചെലവുകളോ ഒന്നുമില്ല. ഈ കിട്ടുന്ന രജിസ്ട്രേഷൻ നമ്പർ ഒരു സ്ഥിരമായതിനാൽ തന്നെ അത് പുതുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു കമ്പനിക്ക് ഒന്നിൽ കൂടുതൽ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റില്ല. ഇനി നമുക്കത് എങ്ങനെ ചെയ്യാന്നുള്ളത് കാണിക്കാം. ഇതിനെ ഉദ്യം ആധാർ എന്നാണ് പറയുക. അപ്പോൾ ഗൂഗിൾ ക്രോം എടുക്കുക, ഉദ്യം ആധാർ എന്ന് സെർച്ച് കൊടുക്കുക. അപ്പോൾ ദാ ഇങ്ങനെ വരും, കണ്ടോ? ഉദ്യം രജിസ്ട്രേഷൻ .gov.in. ഈ വെബ്സൈറ്റ് കൃത്യമാണോ എന്നുള്ളത് നോക്കണം കേട്ടോ. www.udyamregistration.gov.in. ഈ സൈറ്റിൽ തന്നെ പോകണേ. ഒരുപാട് ഫേക്ക് കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ദാ ഇങ്ങനെ ഓപ്പൺ ആകും. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ഇന്റർഫേസ് വരുന്നത്. അതൊന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും കേട്ടോ. വെൽക്കം ടു രജിസ്റ്റർ ഹിയർ ഫോർ ന്യൂ എന്റർപ്രണേഴ്സ് ഹു ആർ നോട്ട് രജിസ്റ്റേർഡ് യെറ്റ് ആസ് MSME. അങ്ങനെ പറഞ്ഞിട്ട് ഫസ്റ്റ് കാണുന്നത് കണ്ടോ, ദോസ് വിത്ത് EM2, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആധാർ വെരിഫിക്കേഷൻ വിത്ത് OTP എന്ന് വരും. ആധാർ നമ്പർ കൊടുക്കുക. നെയിം ഓഫ് എന്റർപ്രണർ, നമ്മുടെ ആധാർ പ്രകാരമുള്ള പേരും കൊടുക്കുക. എന്നിട്ട് താഴത്തൊരു ടിക്ക് ഉണ്ടോ, അതും കൊടുത്തിട്ട് വാലിഡേറ്റ് ആൻഡ് ജനറേറ്റ് OTP എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ OTP നമ്മുടെ ഫോണിലേക്ക് വരും. വാലിഡേറ്റ് ചെയ്യുക. OTP നമ്പർ കൊടുത്ത് വാലിഡേറ്റ് ചെയ്യുക. എന്നിട്ട് വാലിഡേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വരും. അതിൽ കണ്ടോ പാൻ വെരിഫിക്കേഷൻ, ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ, അതൊക്കെ ഇവിടെ ശ്രദ്ധിക്കണം. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എൻ്റെ SB മാട്രിമോണി എന്നുള്ള കമ്പനിയെയാണ്. ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ തുടക്കത്തിൽ കുറച്ച് ഓർഗനൈസേഷന്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ലേ, അതാണ് വരിക. ഇതിലിവിടെ പ്രൊപ്പറേറ്ററി ആണ് വരുന്നത്. എനിക്കിവിടെ ഒന്നാമത്തെ വരുന്നത് പ്രൊപ്പറേറ്ററി. നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ്, കോപ്പറേറ്റീവ് അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ, അതായത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, സൊസൈറ്റി, ട്രസ്റ്റ് അങ്ങനെ ചെയ്യുക കേട്ടോ. ഞാനിവിടെ ഒന്നാമത്തെ കൊടുക്കുന്നു.
അതിനുശേഷം പാൻ നമ്പർ ടൈപ്പ് ചെയ്യാണ്, പിന്നെ ടിക്ക് മാർക്ക് കൊടുക്കണം, എന്നിട്ട് പാൻ വാലിഡേറ്റ് കൊടുക്കണം. അപ്പൊ ഇങ്ങനെ ഗ്രീൻ കളറിലൊക്കെ വരും കേട്ടോ, യുവർ പാൻ ഹാസ് ബീൻ സക്സസ്ഫുള്ളി വെരിഫൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. എന്നിട്ട് താഴത്ത് കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വരും. ITR ഫയൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദിക്കണത്. ഞാൻ ചെയ്തിട്ടില്ല. ഡു യു ഹാവ് GSTIN? ഓൾറെഡി GSTI എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ. എൻ്റെ ഈ കാര്യത്തിൽ GSTയുടെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ എക്സംപ്റ്റഡ് എന്നുള്ളത് ഒഴിവാക്കി എന്നുള്ളത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഏതാണോ അനുയോജ്യം അത് കൊടുക്കുക കേട്ടോ. താഴത്ത് കണ്ടോ ഉദ്യം രജിസ്ട്രേഷൻ, അതിലെ നെയിം ഓഫ് എന്റർപ്രണർ ആസ് പെർ പാൻ, അത് നമ്മുടെ പേരവിടെ ഉണ്ടാവും. മൊബൈൽ നമ്പർ കൊടുക്കുക, ഇമെയിൽ IDയും കൊടുക്കുക. എന്നിട്ട് സ്ക്രോൾ ചെയ്യുക. അതിങ്ങനെ ഹിന്ദു ഡിവൈഡ് ഫാമിലി പാർട്ട്ണർഷിപ്പ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കാണും. അത് സ്ക്രോൾ ചെയ്ത് താഴത്തേക്ക് പോവുക. നമ്മൾ ഇതൊന്നും അല്ലല്ലോ ചെയ്തിരിക്കുന്നത്, പ്രൊപ്രൈറ്ററി അല്ലേ ചെയ്തിരിക്കുന്നത്. അതിന്റെ താഴത്ത് ഉണ്ടോ സോഷ്യൽ കാറ്റഗറി, നിങ്ങൾ SC ST അങ്ങനെയുള്ള കാര്യങ്ങളെ കൊടുക്കുക. ഞാനിവിടെ ജനറലാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ കൊടുക്കുക. പിന്നെ എന്തെങ്കിലും നമുക്ക് ഹാൻഡിക്യാപ്ഡ് ആണെങ്കിൽ അത് കൊടുക്കുക. ഞാൻ നോന്ന് കൊടുക്കുന്നു. നെയിം ഓഫ് എന്റർപ്രൈസസ്, നിങ്ങളുടെ ആ കമ്പനി അല്ലെങ്കിൽ ആ ഫേം അത് ചെയ്യുന്നതിന്റെ പേരെന്താണ് അത് കൊടുക്കുക. ഞാനിവിടെ SB മാട്രിമോണി എന്നുള്ളതാണ് കൊടുക്കുന്നത്. അതിനുശേഷം പ്ലാന്റ് യൂണിറ്റ് നെയിം എന്നുള്ളതുണ്ട്. നിങ്ങളുടെ ഈ സ്ഥാപനത്തിന്റെ യൂണിറ്റിന്റെ പേര്, അത് വേറെ വല്ല അഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഞാനിവിടെ എൻ്റെ അഡ്രസ്സ് തന്നെയാണ് കൊടുക്കുന്നത്. അതിന് സുരേഷൻ തന്നെയാണ് ആ പ്ലാന്റിന് പേരിട്ടിരിക്കുന്നത്, അതുകൊണ്ട് സുരേഷ് എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ആഡ് യൂണിറ്റ് എന്ന് കൊടുത്തു. ഇത് ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതും കൊടുക്കാൻ പറ്റും. ഞാനിവിടെ ഒന്നേ ഉള്ളത് കൊടുക്കണം. അതിന് താഴത്തെ ആഡ് മോർ എന്നുണ്ടല്ലോ, അത് കൊടുത്താൽ മതി. നമ്മൾ ഓൾറെഡി കൊടുത്തത് താഴത്ത് വന്നിട്ടുണ്ടാകും. പിന്നെ കണ്ടോ ലൊക്കേഷൻ ഓഫ് പ്ലാന്റ്സ്, അത് നമ്മുടെ ലൊക്കേഷൻ സെലക്ട് ചെയ്യാനാണ്. 2-3 യൂണിറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ വരും. ഞാനിവിടെ ഒന്നേ കൊടുത്തുള്ളത് കൊണ്ട് അത് കാണിക്കുന്നു. അതിന്റെ ഫ്ലാറ്റ് അല്ലെങ്കിൽ ഡോർ നമ്പർ കൊടുക്കുക, ആ ബിൽഡിങ്ങിന്റെ പേര് കൊടുക്കുക, വില്ലേജ്, ടൗണ്, പിന്നെ നമ്മുടെ പിൻകോഡ്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട് എല്ലാം കൊടുക്കുക. അതിനുശേഷം താഴത്ത് ഉണ്ടോ ലാറ്റിറ്റ്യൂഡ് ലോങ്ങിറ്റ്യൂഡ്, അതിന് താഴത്ത് ബ്ലൂ കളറിൽ ഗെറ്റ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ മാപ്പ് വരും. നിങ്ങളുടെ പ്ലാന്റ് ഉണ്ടല്ലോ, നിങ്ങൾ എവിടെയാണോ ആ പ്ലാന്റിനെ മാപ്പിൽ നോക്കിയിട്ട് അടയാളപ്പെടുത്തുക. അതിലൊരു പ്ലസ് മൈനസ് ബട്ടൺ ഉണ്ട്, അത് അമർത്തി കഴിഞ്ഞാൽ നമുക്കത് സൂമായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ സ്ഥലം ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. അത് മാർക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും എല്ലാം കിട്ടും. ഇതിങ്ങനെ ഒന്ന് സൂം ചെയ്ത് സൂം ഔട്ടൊക്കെ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയിട്ടൊക്കെ അടയാളപ്പെടുത്തുക കേട്ടോ. ഞാൻ അത് ചെയ്യുന്നത്. പാലക്കാട് എടുത്തു. നമ്മളുടെ സ്ഥലം കൃത്യമായിട്ട് അതിൽ അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മുടെ സ്ഥലം മാർക്ക് ചെയ്യുക. അപ്പോൾ കണ്ടോ ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും കുറേ എഴുത്തുകൾ 76.55 അങ്ങനെ വന്നിട്ടുണ്ടാവും. അങ്ങനെ ചെയ്യാട്ടോ. അതിന് താഴത്ത് പ്രീവിയസ് EM ടു UM രജിസ്ട്രേഷൻ അതുണ്ടോ എന്നുള്ളത്, അവിടെ ഞാൻ NA എന്ന് കൊടുക്കുകയാണ്, നോട്ട് അപ്ലിക്കബിൾ. പിന്നെ സ്റ്റാറ്റസ് ഓഫ് എന്റർപ്രൈസസ്, നിങ്ങൾ എന്നാണ് ഇത് തുടങ്ങിയത് എന്നുള്ളത്. ഞാനിത് ഒക്ടോബർ മാസത്തിലാണ് തുടങ്ങിയിട്ടുള്ളത്, 2022, അത് കൊടുക്കുകയാണ്. വെദർ പ്രൊഡക്ഷൻ ബിസിനസ് കമൻസ്ഡ്, അപ്പോൾ തുടങ്ങിയോ എന്നുള്ളത് ചോദിക്കുകയാണ്, S എന്ന് കൊടുക്കുക. S ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക കേട്ടോ. പിന്നെ ഡേറ്റ് ഓഫ് കമൻസ്മെന്റ്, അത് ഞാൻ അന്നത്തെ തന്നെ ഡേറ്റ് കൊടുക്കണത്. പിന്നെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക കേട്ടോ, നമ്മുടെ ബാങ്ക് നെയിം, IFSC കോഡ്, അക്കൗണ്ട് നമ്പർ എല്ലാം കൊടുക്കുക. അതിനുശേഷം മേജർ ആക്ടിവിറ്റി ഓഫ് യൂണിറ്റ്, നിങ്ങൾ എന്താണ് ചെയ്യണത് എന്നുള്ളത്. മാനുഫാക്ചറിങ് ആണെങ്കിൽ അത് കൊടുക്കുക. ഞാനിവിടെ സർവീസ് ആണ്, അതുകൊണ്ട് സർവീസ് എന്ന് കൊടുക്കുന്നു. മേജർ ആക്ടിവിറ്റി അണ്ടർ സർവീസസ്, ഞാൻ സർവീസ് സെലക്ട് ചെയ്തുകൊണ്ടാണ് അത് വന്നിട്ടുള്ളത്. അതിൽ ട്രേഡിംഗ് ആണോ നോൺ ട്രേഡിംഗ് ആണോ, ഞാനിവിടെ സർവീസാണ് കൊടുക്കണം, അതുകൊണ്ട് ഞാൻ നോൺ ട്രേഡിംഗ് എന്നാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കച്ചവടമായിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് എന്ന് കൊടുക്കാം. പിന്നെ NIC നാഷണൽ ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻ കോഡ്, അങ്ങനെ അതിനാണ് താഴത്ത് ഇങ്ങനെ കാണുന്നത് കണ്ടോ. അതിൽ സെർച്ച് NIC കോഡ് എന്നുള്ളത് കാണും. അപ്പൊ ഞാനിവിടെ മാരേജ് സർവീസ് അല്ലെങ്കിൽ മാട്രിമോണി അങ്ങനെയുള്ളത് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ ഏതാണോ അത് റിലേറ്റഡ് അവിടെ സെർച്ച് ചെയ്താൽ മതി. ഇപ്പൊ ഷോപ്പ് ആണെങ്കിൽ ഷോപ്പ് എന്നുള്ളത് സെർച്ച് ചെയ്യാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വരും കേട്ടോ. അപ്പൊ ഞാനിവിടെ മാട്രിമോണി അല്ലെങ്കിൽ മാരേജ് എന്നുള്ളത് മാറ്റി കൊടുക്കുകയാണ്. മാരേജ് എന്ന് കൊടുത്തപ്പോൾ കണ്ടോ മാരേജ് ബ്യൂറോസിന്റെ കാര്യം അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഇവിടെ, അതായത് മാരേജ് ബ്യൂറോന് ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പൊ അതിന്റെ കോഡ് 96.090 എന്നൊക്കെ പറഞ്ഞു, അതവിടെ ഓട്ടോമാറ്റിക്കലി ഫിൽ ആയിക്കോളും. കണ്ടോ NIC 2 ഡിജിറ്റ് കോഡ്, NIC 4 ഡിജിറ്റ് കോഡ് എന്നൊക്കെ അവിടെ ഓട്ടോമാറ്റിക് അത് വന്നോളും. എന്നിട്ട് താഴത്ത് ആഡ് ആക്ടിവിറ്റി എന്നുള്ളത് കൊടുക്കുക. അവിടെ ഒന്നും വേറൊന്നും ചെയ്യേണ്ടതില്ല കേട്ടോ. അതെങ്ങനെ നോക്കിയാൽ കാണും, നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. തെറ്റിദ്ധരുത്തണമെങ്കിൽ ആ ഡിലീറ്റിൽ പോയിട്ട് ഡിലീറ്റ് എന്ന് കൊടുത്തിട്ട് വീണ്ടും ചെയ്യാം. ഇനി താഴത്ത് കണ്ടോ നമ്പർ ഓഫ് പേഴ്സൺസ് എംപ്ലോയിഡ്, എത്ര പുരുഷന്മാരുണ്ട്, എത്ര സ്ത്രീകളുണ്ട്, മറ്റുള്ളവര്, അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളുടെ അവിടെ എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാം. അപ്പൊ ഐ ഹിയർ ബൈ ഡിക്ലെയർ എന്നുള്ള അവിടെ ടിക്ക് മാർക്ക് കൊടുക്കണം. അങ്ങനെ താഴത്തേക്ക് പോവുക.
റിട്ടേൺ ഡൗൺ വാല്യൂ, അതായത് 2021-22 മാർച്ച് പ്രകാരം എത്ര മൂല്യമുണ്ട് എന്നുള്ളതാണ്, അത് കൊടുക്കുക. ഞാൻ 2021-22 സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ഞാൻ 0 എന്ന് കൊടുത്തു. അടുത്തതും അങ്ങനെ തന്നെ ഞാൻ 0 എന്ന് കൊടുത്തു. ഞാൻ ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, കാരണം ഞാൻ 22-ലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് 21-22-ലല്ലേ. അതുപോലെ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അവിടെ 0 എന്ന് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. ടേൺ ഓവർ, അതായത് 2021-22 എത്ര ടേൺ ഓവർ വന്നു എന്നുള്ളതാണ്. ആ വർഷം ഞാൻ തുടങ്ങിയിട്ടില്ല, അതൊക്കെ 0 തന്നെയാണ്. പിന്നെ കണ്ടോ, അതിൽ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ഗെറ്റിംഗ് രജിസ്റ്റേർഡ് ഓൺ ഗവൺമെന്റ് ഇ മാർക്കറ്റ്, അത് യെസ് ഓർ നോ കൊടുക്കുക. ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ഗെറ്റിംഗ് രജിസ്റ്റേർഡ് ഓൺ, അത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് കൊടുക്കുക കേട്ടോ. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള മെയില്, നോട്ടിഫിക്കേഷൻ, മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഞാനിവിടെ ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ഗെറ്റിംഗ് രജിസ്റ്റേർഡ് ഓൺ, അത് മാത്രമേ ഞാൻ കൊടുത്തുള്ളൂ. B2B പോർട്ടലിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ അത് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ അവെയറിംഗ് ഫ്രീ ഡൊമൈൻ ആൻഡ് ബിസിനസ് ഇമെയിൽ ID എന്നുള്ളത് കാണുന്നുണ്ട്. അവിടെ യെസ് ഓർ നോ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാൻ യെസ് എന്ന് കൊടുത്തു. പിന്നെ ഡിസ്ട്രിക്ട് അതിൽ ഓട്ടോമാറ്റിക്കലി പാലക്കാട് നിന്ന് വന്നിട്ടുണ്ട്. പിന്നെ ആ ടിക്ക് മാർക്കും കൊടുത്തിട്ട് സബ്മിറ്റ് ആൻഡ് ഗെറ്റ് ഫൈനൽ OTP എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടെ ഇങ്ങനെ ഒരു സംഭവം വരും, അത് ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ 1 ടൈം പാസ്വേഡ് കൊടുക്കുക. എന്നിട്ട് ആ വെരിഫിക്കേഷനും കോഡ് കൊടുത്തിട്ട് ഫൈനൽ സബ്മിറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ വരും. അതിനുശേഷം അപ്പോൾ തന്നെ നമുക്ക് രജിസ്ട്രേഷൻ നമ്പറും വരും. കണ്ടില്ലേ. അങ്ങനെ നിങ്ങൾ വിജയകരമായിട്ട് ഉദ്യം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞത് എങ്ങനെ ഗ്രീൻ കളറിൽ കാണും. അതിൽ കണ്ട ഉദ്യം രജിസ്ട്രേഷൻ നമ്പർ അത് എടുത്തു വെക്കുക. പറ്റുമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ടും ചെയ്ത് വെക്കുക. എപ്പോഴും ഓർത്ത് വെക്കുക കേട്ടോ ഇത്. എന്നിട്ട് കണ്ടോ അതിൽ ഹോം എന്നുള്ളത്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുടക്കത്തിലേക്ക് പോകും. അവിടെ നമുക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി പറയും. ആ ലോഗിൻ ചെയ്യുന്ന അവിടെ ഉദ്യം രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇതെങ്ങനെ ചോദിക്കും, മൊബൈലിലേക്ക് വേണോ ഇമെയിലിലേക്ക് വേണോ OTP വരണം എന്നുള്ളത്. അത് നിങ്ങളുടെ സൗകര്യാർത്ഥം കൊടുത്തിട്ട് വാലിഡേറ്റ് ആൻഡ് ജനറേറ്റ് OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോണിലേക്ക് OTP വരും. അല്ല മെയിൽ ID കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് OTP വരും. അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വാലിഡേറ്റ് OTP ആൻഡ് ലോഗിൻ എന്നുള്ളത് കൊടുക്കുക. ഇതെങ്ങനെയൊക്കെ കാര്യങ്ങൾ അവിടെ എഴുതിയത് കാണട്ടോ. ഒന്ന് വായിച്ചു നോക്കുക. നമ്മൾ ഈ കൊടുത്ത കാര്യങ്ങളെല്ലാം അതിൽ വരും. അതിനുശേഷം നിങ്ങൾക്ക് പ്രിന്റ് സർട്ടിഫിക്കറ്റ് എന്നുള്ളതാണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഉദ്യം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പറഞ്ഞിട്ട് ഇങ്ങനെ വരും. ഇത് നിങ്ങൾ അടുത്തുള്ള കമ്പ്യൂട്ടർ സെന്ററിലോ അക്ഷയയിലോ ജനസേവന കേന്ദ്രത്തിലോ CSCയിലോ പോയിട്ട് ഒരു പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ഒരു കവറൊക്കെ വെച്ചിട്ട് നമ്മുടെ ഷോപ്പ് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ വെക്കുക. ഇതാണ് നമ്മളുടെ ഉദ്യം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. അങ്ങനെ നമ്മൾ MSMEയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു കൺഫ്യൂഷനും ഇല്ല ഇതിൽ ആ ട്രേഡിംഗ് ആണോ സർവീസ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ ഒരു പപ്പടം ഉണ്ടാക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പിക്കിൾ ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോഴൊക്കെ നിങ്ങളുടെ എന്താണ് ട്രേഡിംഗ് ആണ് അവിടെ വരുന്നത്. അതല്ല മാരേജ് ബ്യൂറോ അങ്ങനെയുള്ള സംവിധാനങ്ങളാണ് അവിടെ സർവീസ് വരുന്നത്, നിങ്ങൾക്ക് അറിയാലോ. അത് നോക്കുക. ഇതിലാകെ കൺഫ്യൂഷൻ ഉണ്ടാവുക ആ ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. അത് ആ സ്ക്രീനിൽ തന്നെ പ്ലസ് മൈനസ് ബട്ടൺ അമർത്തിയ സൂം ആകും. നമ്മൾ മാപ്പ് നോക്കുന്നത് പോലെ തന്നെ അതൊന്ന് സ്ക്രോൾ ചെയ്തിട്ട് നമ്മളുടെ സ്ഥലത്തിൻ്റെ അവിടെ കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും. അത്രേ ഉള്ളൂ. വളരെ ഈസിയാണ്. ഇത് നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന എല്ലാവരും ഇത് ചെയ്തു വെക്കുക. ഒരുപാട് ഗുണമാണുള്ളത്. ഇനി നിങ്ങളൊരു ചെറുകിട ബിസിനസ്സാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വെബ്സൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, നന്നായിട്ട് ചെയ്യുന്നതാണ്. ആളെപ്പറ്റി നമ്മളൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ കമൻറ്റിൽ കൊടുക്കാം. അതുപോലെ ആളുടെ നമ്പർ ഞാൻ ആദ്യത്തെ കമൻറ്റിൽ കൊടുക്കാം. അദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട വെബ്സൈറ്റ് ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ആൾ നിങ്ങൾക്ക് ചെയ്തു തരും. അദ്ദേഹത്തെ വിളിച്ചോളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഒരു കറണ്ട് അക്കൗണ്ട് ഒക്കെ എടുത്തിട്ട് QR കോഡൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസ് എന്നുള്ള അക്കൗണ്ട് എടുക്കാൻ പറ്റും. അതിൻ്റെ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുക്കാം. 200 രൂപയുള്ളൂ നമുക്ക് ഈ അക്കൗണ്ട് എടുക്കാൻ. അത് ചെയ്താൽ തന്നെ 3 QR കോഡ് കിട്ടും സ്റ്റിക്കറായിട്ട്. നമ്മൾ പല കടകളിലും കാണില്ലേ, ഗൂഗിൾ പേൻ്റെയും പേടിഎമ്മിൻ്റെയും. അതുപോലെ നമ്മുടെ സ്ഥാപനത്തിന് ചെയ്യാൻ പറ്റും. അത് സ്കാൻ ചെയ്ത് നമുക്ക് പൈസ വരുന്ന വിധത്തിൽ അതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ നമുക്ക് പൈസ വന്നു കഴിഞ്ഞാൽ നമ്മൾ മൊബൈലിൽ തന്നെ അത് പ്രോംപ്റ്റ് ചെയ്യും, ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്യും. അങ്ങനെ ഒരു സംവിധാനമുണ്ട്. ഇന്ത്യ പോസ്റ്റൽ പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ട് എടുക്കേണ്ടത്. പോസ്റ്റ് ഓഫീസിലുള്ള സാധാരണ SB അക്കൗണ്ട് അല്ല, IPPB അക്കൗണ്ട്, ഇന്ത്യ പോസ്റ്റൽ പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ടാണ് എടുക്കേണ്ടത്. പോസ്റ്റ്മാനോട് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞുതരും. ഡീറ്റെയിൽ അറിയാൻ ആദ്യത്തെ കമന്റിൽ അതും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റ് വേണമെങ്കിലും പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് തുടങ്ങണമെങ്കിലും അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ആദ്യത്തെ കമന്റിൽ വീഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ MSME രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാന്നുള്ളത് മനസ്സിലായില്ലേ? ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് കരുതട്ടെ. എന്നാൽ ശരി, അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം. ലോക സമസ്ത സുഖിനോ ഭവന്തു.